നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ജോബ് തോമസ്. ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡിൻ്റെ തിരുവനന്തപുരം ശാഖയിലെ പ്രധാന വൈദ്യനാണ്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് ISRO BSSC LPSC ഈ സ്ഥാപനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ ഓതറൈസ്ഡ് മെഡിക്കൽ ഓഫീസറാണ്. ഇത് വേനൽക്കാലം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വേനൽക്കാലം വളരെ ശ്രദ്ധയോടെ മാതാപിതാക്കൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. ശരീരം ക്ഷീണിക്കാൻ ഇട കൊടുക്കരുത്. ഇടയ്ക്കിടയ്ക്ക് തിളപ്പിച്ച് ആറിയ വെള്ളം കുട്ടികൾക്ക് ചെറിയ അളവിൽ കൊടുക്കണം. പരുത്തി വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ദിവസവും രാവിലെയും വൈകുന്നേരവും ദേഹവും തലയും കുളിപ്പിക്കാനും ശ്രദ്ധിക്കണം. തലയിൽ ശിരസിന് പറ്റിയ ശരീരം അധികം ചൂടാവാതിരിക്കാൻ ചെറിയ അമൃതാദി എണ്ണ പ്രയോജനപ്പെടും. കഫ ഉപദ്രവങ്ങളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് കുരുമുളക് ഇട്ട് തിളപ്പിച്ച വെള്ളം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഞവരയിലിട്ട് വെള്ളം തിളപ്പിക്കാം. ഇത് തിളപ്പിച്ച് തണുപ്പിച്ച ശേഷം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാം. ഈ വേനൽക്കാലത്ത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മുതിർന്നവർക്കും ഉണ്ടാകാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് രക്തപിത്തം. ശരീരത്തിൻ്റെ നവദ്വാരങ്ങൾ ഏതെങ്കിലും ഒന്നിൽ കൂടി രക്തം പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ തന്നെ ഒഴുകി വരാവുന്നതാണ്. കുട്ടികളെ സംബന്ധിച്ച് ഭയാനകമാണ് ഇങ്ങനെയൊരു സാഹചര്യം. എരിവും പുളിയും അധികമുള്ള ഭക്ഷണങ്ങൾ കുട്ടികളെ ശീലിപ്പിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ സംഭവിക്കുന്നത്. വിയർപ്പ് അപ്പോഴപ്പോൾ തുഴച്ചു കളയണം, അല്ലെങ്കിൽ കഫോപദ്രവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.